അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരിൽ 2 പേർ കൊലപാതക കേസ് പ്രതികൾ. ശനിയാഴ്ച രാത്രി അമൃത്സറിൽ എത്തിച്ച സംഘത്തിലെ 2 പേരെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്യാല ജില്ലയിലെ രാജ്പുരയിൽ നിന്നുള്ള 2 യുവാക്കളാണ് പിടിയിലായിരിക്കുന്നത്. അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ സൈനിക വിമാനത്തിലെത്തിയ 116 പേരിൽ കൊലക്കേസ് പ്രതികളുണ്ടെന്ന് പഞ്ചാബ് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. തുടർന്നായിരുന്നു നടപടി. 2023 രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിലെ പ്രതികളായ സന്ദീപ് സിംഗ്, പ്രദീപ് സിംഗ് എന്നിവരാണ് അറസ്റ്റിലായതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് നാനക് സിംഗ് അറിയിച്ചു. രാജ്പുര പോലീസ് സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച തന്നെ അമൃത്സർ വിമാനത്താവളത്തിലെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇരുവർക്കുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് വ്യക്തമാക്കി. 2023 ജൂണിലാണ് സന്ദീപിനും മറ്റ് 4 പേർക്കുമെതിരെ രാജ്പുര പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണത്തിൽ സന്ദീപിന് കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമായെങ്കിലും രാജ്യം വിട്ടതോടെ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് അനധികൃത കുടിയേറ്റം നടത്തിയതിന് പ്രതികൾ അമേരിക്കയിൽ പിടിയിലാവുന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്നവരിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ നിരവധി പേർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കുറ്റകൃത്യത്തിന് ശേഷം അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അതിനിടെ ഇന്ത്യക്കാരെ മടക്കിയെത്തിച്ചത് ഇത്തവണയും വിലങ്ങണിയിച്ചാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കൈവിലങ്ങണിയിച്ചും കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചും വിമാനത്തിൽ കയറ്റിയവരെ ഇന്ത്യയിലെത്തിച്ച ശേഷമാണ് സ്വതന്ത്രരാക്കിയതെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവും സ്ഥിതിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സ്ത്രീകളുടെയും കുട്ടികളുടെയും കൈകാലുകൾ ബന്ധിച്ചിരുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞു. അമൃത്സറിലെത്തിയ ആദ്യ വിമാനം 43 മണിക്കൂറിലേറെ സമയമെടുത്താണ് യാത്ര പൂർത്തിയാക്കിയതെങ്കിൽ അതിലേറെ സമയമെടുത്താണ് രണ്ടാമത്തെ വിമാനം യാത്ര പൂർത്തിയാക്കിയത്. 116 പേരുമായി സാന്റിയാഗോയിൽ നിന്ന് പറന്നുയർന്ന US സൈനിക വിമാനത്തിന് ഇത്തവണ അമൃത്സറിൽ എത്താൻ വേണ്ടി വന്നത് 62 മണിക്കൂറും 51 മിനിറ്റുമാണ്. സാന്റിയാഗോ, ഹനലൂലു, ഫിലിപ്പൈൻസ്, ദിയാഗോ ഗാർസിയ എന്ന വളഞ്ഞ റൂട്ടിലൂടെയായിരുന്നു ഇത്തവണയും വിമാനത്തിന്റെ സഞ്ചാരം. ഈ ആഴ്ച തന്നെ 3 വിമാനങ്ങളിലായി കൂടുതൽ ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തുമെന്നാണ് വിവരം.